ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആ സന്തോഷത്തിലായിരിക്കും. എന്ത് തോന്നുന്നു ചോദിച്ചാൽ നല്ല തോന്നലാണ്, സന്തോഷത്തിൻ്റെതായ തോന്നൽ. കാരണം LDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള വലിയ ദൗത്യം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. വളരെ സന്തോഷകരമായ ഒരവസരത്തിൽ കൂടിയാണ് നമ്മൾ പാർട്ടിയിലെ പ്രശ്നം അവസാനിക്കൂ ഇല്ല എന്നുള്ള ഒരു ചോദ്യമല്ല. കാരണം എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതിനെല്ലാം നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്, അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം പ്രശ്നങ്ങൾ തീർത്ത് കളയാമെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല, അങ്ങനെ ഒരു നടക്കത്തുമില്ല. പക്ഷെ എന്നാൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് സഹകരിച്ച് എല്ലാവരുമായിട്ടൊരു ഏകോപനമുണ്ടായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടില്ല. പാർട്ടിയിൽ ഈ പറയപ്പെട്ട വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പരിഹരിക്കാൻ അങ്ങനെ ഒരു വലിയ കാര്യങ്ങളായിട്ട് പറയത്തക്ക രീതിയിൽ സംവിധാനങ്ങളൊന്നുമില്ല. കാരണം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത്, എങ്ങനെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നുമില്ല. അദ്ദേഹം തന്നിരിക്കുന്ന ലെറ്റർ നിങ്ങൾക്ക് തന്നല്ലോ, ലെറ്റർ നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടല്ലോ. കാരണം പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെ പോകാനായിട്ട് ആലോചിക്കുന്നത്. എന്തായാലും ഒരു ഔദ്യോഗികമായ പത്രസമ്മേളനം നാളെ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ തകഴി ചെറിയകം സ്കൂളിൽ വന്നിരിക്കുക, ഇവിടെ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ചോദിക്കുന്നത്. കാരണം ഞാനും ഇത് ആകസ്മികമായിട്ടാണ് ഇന്ന് തന്നെ ഈ ലെറ്റർ വരികയും നിങ്ങളെല്ലാവരും കൂടെ വരികയും ചെയ്തത്. അപ്പോൾ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ നാളെ ഇതിനൊരു മറുപടി തരാം. എന്താണ് ഞങ്ങളുടെ ഒരു പ്ലാൻ, ഇത് കൂട്ടായിട്ടുള്ള ഒരു പദ്ധതിയും കൂട്ടായിട്ടുള്ള ഒരു പ്ലാനും ഉണ്ട്. ആ രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ, അങ്ങനെ പോകാൻ ഒക്കത്തുള്ളൂ. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അങ്ങനെ പറ്റത്തുള്ളൂ. ആ രീതിയിൽ പോകണം. ഇല്ല, നമുക്ക് ആ സബ്ജക്റ്റേ വിട്ടുകളയാം. ഇനിയിപ്പോൾ NCP സംസ്ഥാന അധ്യക്ഷന്റെ ഉദ്യോഗമാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ആ വലിയ ടാസ്ക് തന്നെയാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഇല്ല, NCPക്ക് ശക്തി കുറവൊന്നുമില്ല. പല ആൾക്കാരും വിട്ടുപോയെന്നുള്ള ശരിയാണ്. വിട്ടുപോയവരുടെ കൂട്ടത്തിൽ ജനം പോയിട്ടൊന്നുമില്ല. ജനം എപ്പോഴും പവാർജിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളൊരു കൈത്താങ്ങൽ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം എല്ലാവരെയും ഒന്ന് സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് NCPയിലോട്ട് വരും. NCP വീണ്ടും ശക്തി പ്രാപിക്കും. കാരണം അങ്ങനെ ശക്തി കുറവായിട്ടെന്ന് പറയാനൊക്കത്തില്ല. പഴയ ശക്തിയിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. കാരണം ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു, തോമസ് ചാണ്ടിയൊക്കെ പ്രസിഡന്റായിട്ടിരുന്ന കാലത്ത് വളരെ ശക്തമായ രീതിയിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ല, അതല്ലല്ലോ ഇപ്പോഴത്തെ സബ്ജക്റ്റ്. ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്തണം, LDFനെ ശക്തിപ്പെടുത്തണം. കാരണം നമുക്കറിയാം, ഒരു മൂന്നാം പിണറായി സർക്കാർ വരാനുള്ള സാധ്യത വളരെയധികം തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോകുക, അതിന് മാക്സിമം എന്ത് കോൺട്രിബ്യൂഷനാണ് NCPയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്തയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ തങ്ങളെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, എന്നെ ആർക്കും വിമർശിക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. കാരണം വിമർശിക്കുമ്പോഴല്ലേ എൻ്റെ കുറവ് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. വിമർശിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള വിമർശനമാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്നിൽ ചിലപ്പം പല കുറവുകളും കണ്ടേക്കാം. എനിക്കൊരു പക്ഷേ അറിയത്തില്ല എന്തൊക്കെ കുറവുകളാണ് ഉള്ളതെന്നുള്ള. അപ്പോൾ ആ കുറവുകൾ എന്നാണെന്ന് ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് തിരുത്താനുള്ളത് തിരുത്തി ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു SNDPയുടെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തോടൊന്നും സംസാരിക്കാനോ എതിർക്കാനോ ഒന്നുള്ള ശക്തിയോ പ്രാപ്തിയോ ഒന്നും തോമസ് കെ തോമസിനില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, എന്നെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഒന്ന് പുനർപരിശോധിച്ച് അത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തക്കാരനാണ് ഞാൻ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്.
അത് LDFന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടനാട് സീറ്റ് ഘടകകക്ഷിയായ NCPക്ക് തന്നിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ അത് ഏറ്റെടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് LDF ആണ്. അവർക്ക് എന്ത് തീരുമാനം എടുക്കാം. അത് പിന്നെ അതുകൊണ്ട് അതിനകത്തൊരു വിമർശനപരമായ രീതിയിലല്ല അതിനെ ചിന്തിക്കേണ്ട. കാരണം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കാതിരിക്കുമോ LDFന്റെ തീരുമാനമാണ്. അതിനകത്ത് ഞങ്ങളും ഉണ്ട്, ആ തീരുമാനത്തിൽ NCP ഉണ്ട്. അപ്പം അത് അവിടെ ആർക്കാണ് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വികസനമാണല്ലോ മെയിൻ. ഇപ്പം കുട്ടനാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വികസനം കൊണ്ടുവന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ കാരണം അത് നല്ല രീതിയിൽ പ്രായോഗികമായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കുടിവെള്ള പദ്ധതി ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു, 500 കോടിയിലധികം രൂപ ഈ പിണറായി വിജയൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതൊന്ന് പൂർത്തീകരിക്കാൻ, കാരണം 9 ടെൻഡറായിട്ട് അത് ചെയ്തുകൊണ്ട് അതൊന്ന് പൂർത്തീകരിക്കാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സീറ്റിന്റെ കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ സീറ്റ് തിരിച്ചെടുക്കുമെന്നോ ഇങ്ങനെയുള്ള ഒന്നും സബ്ജക്റ്റേ അല്ല. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ പെങ്കൊച്ചായാലും ആങ്കൊച്ചായാലും നമ്മുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആളാണ്, വീടിന്റെ അംഗമാണ് എന്ന് പറയുന്നതിൽ LDFൽ NCP ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരിക്കുന്ന, ഞങ്ങൾ അവിടെ ആ ഭാവനത്തിലേക്ക് ചെന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഞങ്ങളെ ഒരിക്കലും അവർ തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ വേറിട്ട് കാണുകയോ ചെയ്യത്തില്ല. ഞങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അങ്ങനെ വേറൊരു വ്യത്യസ്തമായ ചിന്തയിലേക്ക് പോകാനായിട്ട് പറ്റും. പലർക്കും അഭിപ്രായം പറയാം, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് LDF ആണ്. അവർ തീരുമാനിക്കും. മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇപ്പം മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചു. കാരണം നമുക്കറിയാമല്ലോ, കാരണം ഒരു വലിയ ബന്ധം എനിക്ക് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ കുട്ടനാടിന് പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കാണും, LDF കൺവീനറെ കാണും, മറ്റ് നേതാക്കളെ കാണും, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ PC ചാക്കോയെ കാണും. എല്ലാ ആൾക്കാരെയും കണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. കാട്ടുമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചൊക്കെ അതുമായി ബന്ധപ്പെട്ട തിരുത്തൽ നൽകാനായിട്ട് പാർട്ടി നിർദ്ദേശം കൊടുക്കും. അല്ല, ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ആരാധനായ മന്ത്രി AK ശശീന്ദ്രനുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ കൂട്ടായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, കാരണം വയനാടെന്ന് പറയുന്ന പ്രദേശം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ള പല ആൾക്കാരും വയനാട്ടിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് സമാധാനപരമായി കടന്നുറങ്ങത്തക്ക രീതിയിലൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രിയങ്കരനായ മന്ത്രിയും ഞാനും കൂടെ ചേർന്നിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്കവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഓരോന്ന് സംഭവിക്കുമ്പോൾ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ഓരോ സാഹചര്യം കൊണ്ട് വരുന്നതാണ്. അതിന് ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടോ കാര്യമില്ല. എന്തായിരുന്നാലും ഒരു നല്ല തീരുമാനം പാർട്ടിയായിട്ട് എടുക്കുകയും മന്ത്രിക്ക് ശക്തമായ ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും.